ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സ്പെഷ്യലി 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ തനിയെ കഴിച്ചു തുടങ്ങും. പക്ഷേ അവർക്ക് കറിയൊന്നും കൂട്ടി കഴിക്കാൻ അറിയത്തുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ആദ്യം തന്നെ ചെറിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയ ദോശ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് മുരിങ്ങയിലയാണ്. അപ്പോൾ ഈ മുരിങ്ങയിലയൊക്കെ കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഇത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങയിലയ്ക്ക് കിട്ടാനില്ലെങ്കിൽ അതിന് പകരം ചീരയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഞാൻ ഇന്ന് ഒരു കാടമുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാടമുട്ട ഉപയോഗിക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ വെള്ളം ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ കുട്ടികൾക്കല്ല, വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ദോശയുടെ എണ്ണത്തിനനുസരിച്ച് ഈ മുട്ടയുടെ അളവ് കൂട്ടണം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം ദോശ ചൂടാനായിട്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സാധാരണ ദോശ ചുടുന്നത് പോലെ നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്നിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഞാൻ ചുടുന്നത്. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കത് മൂടി വയ്ക്കാം. കട്ടിയുള്ളതുകൊണ്ട് വെന്ത് വരണമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്യണം. വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഇനി ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരും. കണ്ടോ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. ഇന്നിപ്പോൾ കുട്ടികൾക്കുണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൽ കൂടുതൽ എരിവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ചേർത്ത് മുതിർന്നവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കുന്ന ദിവസം ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്